പൗരത്വം തെളിയിക്കുന്നതിനായി സംസ്ഥാന സർക്കാരും രേഖ പുറത്തിറക്കുന്നു എന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ്. ജനങ്ങൾക്ക് സർക്കാരിന്റെ തിരിച്ചറിയൽ രേഖ നൽകും എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഫോട്ടോ പതിച്ച നേറ്റിവിറ്റി കാർഡാണ് നൽകുക. ഔദ്യോഗിക രേഖയായി ഇത് മാറും എന്നും പറയുന്നുണ്ട്. ഇതിന് നിയമപ്രാബല്യം കൊണ്ടുവരും എന്നുമാണ് അദ്ദേഹം പറയുന്നത്. നിയമനിർമ്മാണത്തിന് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി പറയുന്നു. അസ്തിത്വം തെളിയിക്കേണ്ട ജനങ്ങളെ ഒഴിവാക്കും എന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയൊരു നീക്കം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുമ്പോൾ അതിന് ചില രാഷ്ട്രീയം കൂടിയുണ്ട്. പ്രത്യേകിച്ച് പൗരത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. എന്താണ് അതിൻ്റെ രാഷ്ട്രീയം എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. ഒരാൾ താൻ ഈ നാട്ടിൽ ജനിച്ച് ജീവിക്കുന്നയാളാണെന്നോ സ്ഥിരതാമസക്കാരനാണെന്നോ ആരുടെ മുന്നിലും അനായാസം തെളിയിക്കാൻ പ്രാപ്തനാകണം. അതിനായി ആധികാരികവും നിയമ പിൻബലമുള്ളതുമായ രേഖ ആ വ്യക്തിയുടെ കൈവശമുണ്ടാകണം. അത്തരമൊരു രേഖ കേരളത്തിൽ ആവിഷ്കരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ സംസ്ഥാനത്ത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടാൽ നൽകി വരുന്നുണ്ട്. അതിനു പകരം ഫോട്ടോ പതിപ്പിച്ച സ്ഥിരം നേറ്റിവിറ്റി കാർഡ് നൽകുന്നതിനാണ് മന്ത്രിസഭാ യോഗം തത്വത്തിൽ അംഗീകരിച്ചിട്ടുള്ളത്. എക്കാലത്തും ഇത് ഉപയോഗിക്കാനാവും. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും മറ്റ് സാമൂഹ്യ ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തക്ക വിധമുള്ള നിയമ പിൻബലത്തോടു കൂടിയ ആധികാരിക രേഖയായി ഈ കാർഡ് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ ഓരോ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങാറുണ്ട്. അതാണ് പതിവ്. ഇത് ചില ഘട്ടങ്ങളിൽ പരാതിയായി സർക്കാരിന് മുന്നിൽ വരികയും ചെയ്തിട്ടുണ്ട്. ഇത്തരമൊരു കാർഡ് വരുന്നതോടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. നേറ്റിവിറ്റി കാർഡിന് നിയമപ്രാബല്യം നൽകുന്നതിനുള്ള നിയമത്തിൻ്റെ കരട് നിയമവകുപ്പുമായി കൂടിയാലോചിച്ച് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുവാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. സർക്കാർ സേവനങ്ങൾക്ക് ഗുണഭോക്തൃ തിരിച്ചറിയൽ രേഖയായി കാർഡിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുകയും ചെയ്യും. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതാണ്. അതായത് മുഖ്യമന്ത്രി പറയുന്നത് ഈ നേറ്റിവിറ്റി കാർഡ് എന്നത് ഒരു തിരിച്ചറിയൽ രേഖയാണ്. അതായത് കേരളത്തിൽ ജനിച്ചിട്ടുള്ള പൗരന്മാർക്ക് കേരളത്തിലാണ് ജനിച്ചത് എന്നും കേരളത്തിലാണ് സ്ഥിര താമസം എന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന കേരളത്തിൻ്റെതായ ഒരു ID കാർഡ് എന്നതാണ്. അതായത് ദേശീയ തലത്തിൽ തന്നെ ID കാർഡുകളുണ്ട് എന്നത് നമുക്കറിയാം. തിരിച്ചറിയൽ കാർഡുകൾ നിരവധിയുണ്ട്. വോട്ടർ ID-കളുണ്ട്, ആധാർ പോലെയുള്ള തിരിച്ചറിയൽ കാർഡുകൾ ഒക്കെയുണ്ട് എന്നതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് കേരളം ഒരു സംസ്ഥാനത്തിൻ്റെ ID കാർഡ് പുറത്തിറക്കാൻ തയ്യാറെടുക്കുന്നത് എന്നതാണ്. അതിൽ എന്തൊക്കെയാണ് വ്യക്തമാകുന്നത് എന്നതാണ്. അതായത് സ്വദേശവും സ്ഥിര താമസവും വ്യക്തമാക്കുന്നതായിരിക്കും ഈ കാർഡ് എന്നതാണ്. നമ്മൾ എവിടെയാണ് ജനിച്ചത്, അതോടൊപ്പം തന്നെ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് എന്നത് ഉൾപ്പെടുന്ന ഒരു ഐഡന്റിറ്റി രേഖയായി ഇത് മാറും എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സർക്കാർ സേവനങ്ങൾക്ക് ഈ കാർഡ് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളിൽ പലരും പല ആവശ്യങ്ങൾക്കും, അത് ചിലപ്പോൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കാകാം, അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് അപേക്ഷ നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം ആണ് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം എന്ന് പറയുന്നത്. അപ്പോൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാ ഉപയോഗങ്ങളും ഇതിൽ നടക്കും. ഒപ്പം മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തത് സാധാരണ ഓരോ ആവശ്യങ്ങൾക്കും ഓരോ കാലഘട്ടത്തിൽ ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അപേക്ഷിച്ച് സ്വീകരിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി കാർഡ് വരുന്നതോടുകൂടി അത്തരം സാഹചര്യം ഇല്ലാതാകുന്നു എന്നുകൂടിയാണ്. ഇതാണ് പ്രായോഗിക തലത്തിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുള്ള ഗുണം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പോൾ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ട്. പൗരത്വ ഭേദഗതി നിയമം NDA സർക്കാർ നടപ്പിലാക്കുന്ന സാഹചര്യം ആണുള്ളത്. ഒരുപക്ഷെ കേരളത്തിൽ അത് വലിയ തോതിലൊന്നും ബാധിക്കുന്നില്ല എങ്കിൽ പോലും പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ വലിയ തോതിൽ ഇത് ബാധിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത് എത്തിയ ആളുകൾ ഇവിടെ സ്ഥിരതാമസമാക്കി ഇവിടെ ജോലി ചെയ്യുന്ന അവരുടെ മക്കൾ ഉൾപ്പെടെയൊക്കെ ഇന്ത്യയിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അവരിൽ പലരും വലിയ ആശങ്കയാണ് നേരിടുന്നത്.
ഇവിടെ ഇതാ വിനോദ്, ഇങ്ങനെ ഒരു ഐഡന്റിറ്റി കാർഡ് പുറത്തിറക്കുന്നു എന്ന് പറയുമ്പോൾ അത് സാധാരണക്കാരായ ആളുകൾക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഗുണങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതിനപ്പുറത്ത് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെടെ അവരുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട് ചില ആശങ്ക നേരിടുന്ന സാഹചര്യമുണ്ട്. അവർ ഇന്ത്യൻ പൗരന്മാരാണോ, അവർ കേരളീയരാണോ എന്നൊക്കെ ചോദ്യമുയരുന്നു. അവർക്ക് നാളെ ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റുമോ എന്ന സംശയമുയരുന്നു. അതൊക്കെയാണ് അവരെ ആശങ്കപ്പെടുത്തുന്നത് എങ്കിൽ ആ ആശങ്കകൾക്ക് കൂടി വിരാമമിടുക, ഒപ്പം ഈ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുക, അതുകൂടിയാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതല്ലേ അതിൻ്റെ രാഷ്ട്രീയം? അഭിലാഷ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അഭിലാഷ് പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. അതായത് പൗരത്വ രേഖയും പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏതെങ്കിലും വലിയ തോതിലുള്ള പ്രതിസന്ധി അല്ലെങ്കിൽ അങ്ങനെ വലിയ തോതിൽ ഇവിടെ കഴിയാൻ പറ്റാത്ത തരത്തിലുള്ള ആളുകളുള്ളതായി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ ഗുരുതരമായ ഒരു സാഹചര്യം ഒന്നും തന്നെ കേരളത്തിൽ നിലനിൽക്കുന്നില്ല. പക്ഷേ ഇതിനൊരു രാഷ്ട്രീയമായ സന്ദേശമുണ്ട്. അതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി മാറുന്നതും. അഭിലാഷ് പറഞ്ഞതുപോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലപ്പോഴും ഈ പൗരത്വ രജിസ്റ്റർ വരുമ്പോൾ അവിടെയുള്ള ആളുകൾ വലിയ ആശങ്കയിലാണ്. മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും അവിടുത്തെ ന്യൂനപക്ഷം, അതായത് ഹിന്ദുക്കളും പാഴ്സികളും സിഖുകാരും ഉൾപ്പെടെയുള്ളവർക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് ഒരു നിശ്ചിത കാലയളവിലേക്ക് അവരുടെ താമസം ഇവിടെയാണെങ്കിൽ അവരുടെ പൂർവികർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലൊക്കെ തന്നെ അവർക്ക് ഇവിടേക്ക് മടങ്ങാൻ കഴിയും. ഇനി അതല്ല, അവർക്ക് സ്വമേധയാ തന്നെ ഈ രാജ്യത്തേക്ക് വരുന്നതിന് സഹായകമാകും. മാത്രമല്ല, ഇവിടെ ഉള്ളവരുടെ പൂർവികരുടെ ചരിത്രം പരിശോധിക്കുകയും അവരുടെ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ പുറത്തു പോകേണ്ട സ്ഥിതിയും ഉണ്ടാകും. അതായത് ഇപ്പോൾ ഇന്ത്യയിലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അത് ബാധകമാകും. അങ്ങനെയെങ്കിൽ മുസ്ലിം വിഭാഗം ഉൾപ്പെടെയുള്ളവർ ആ തരത്തിലുള്ള ആശങ്ക നേരിടുന്നുമുണ്ട്. അത്തരമൊരു സ്ഥിതി ഉണ്ടായാൽ അവിടെയാണ് കേരളം ഈ നേറ്റിവിറ്റി കാർഡിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തൊരു സന്ദേശമായി മാറുന്ന തരത്തിലേക്ക് ഇത്തരമൊരു നിലപാട് കൈക്കൊള്ളുന്നത്. ഈ അസ്തിത്വത്തിൻ്റെ പേരിൽ ഒരു പൗരനും രാജ്യം വിട്ടു പോകേണ്ട സ്ഥിതി ഉണ്ടാകരുതെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ അസ്തിത്വം സംബന്ധിച്ചൊരു ആശങ്ക ഉണ്ടാകരുതെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ, ഇനി നമ്മൾ കാണേണ്ടത് അസംബ്ലി തിരഞ്ഞെടുപ്പാണ്. 4 മാസം കഴിയുമ്പോൾ അസംബ്ലി തിരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കാര്യമായ തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഒരു ഘട്ടത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ചും അടുപ്പിച്ച് നിർത്തിയിരുന്ന ഇടതുമുന്നണി പിന്നീടൊരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ പേര് പറഞ്ഞ് പൂർണ്ണമായും മുസ്ലിം വിഭാഗത്തെ തള്ളിക്കളയുന്നു എന്നൊരു തോന്നൽ പൊതുവിൽ ഉണ്ടാവുകയും, അല്ലെങ്കിൽ ഈ അയ്യപ്പ സംഗമം പോലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഹൈന്ദവ വോട്ടിലേക്ക് CPM കൂടുതൽ അടുക്കുന്നു എന്നൊരു തോന്നലും പ്രതീതിയുമൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു. വെള്ളാപ്പള്ളിയുമായി മുഖ്യമന്ത്രി കൂടുതൽ അടുപ്പം കാണിക്കുന്ന നിലയിലേക്ക് പോകുന്നു. വെള്ളാപ്പള്ളിയുടെ മകൻ തന്നെ BDJS പാർട്ടിയുമായി NDAക്കൊപ്പം നീങ്ങുമ്പോൾ വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി വല്ലാതെ ചേർത്ത് പിടിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അവിടെയൊക്കെ തിരിച്ചടിയാണ് തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഉണ്ടായത്. അവിടെയാണ് ഒരു പുനർവിചിന്തനം. കഴിഞ്ഞ ദിവസങ്ങളിൽ സമസ്തയുടെ പരിപാടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ, അതിനുശേഷം ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, ഇതെല്ലാം ഒരുമിച്ച് കാണുമ്പോൾ നമ്മളിപ്പോൾ ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് സാധാരണ ഒരു സാങ്കേതികമായ കാര്യം എന്നതിനപ്പുറത്തേക്ക് അതിന് രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന് കൂടി വിലയിരുത്തേണ്ടി വരും. ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ റേഷൻ കാർഡുണ്ട്. റേഷൻ കാർഡിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കം ഇല്ല. സംസ്ഥാനം തന്നെയാണ് ഈ റേഷൻ ആർക്ക് നൽകണം, റേഷൻ കാർഡ് ഏത് ഉപഭോക്താവിന്, ഗുണഭോക്താവിന് നൽകണമെന്ന കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുന്നത്. അതിൽ കേന്ദ്രത്തിൻ്റെ ഒരു വിവേചനമില്ല. പക്ഷേ ഇവിടെ പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഒരു നിയമം കൊണ്ടുവരികയും അതിന്മേൽ ഒരു പൗരത്വ കാർഡുമായി സംസ്ഥാനത്തിന് പോകാൻ കഴിയുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. നിയമവകുപ്പിനാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം, ഇത് നിയമമാക്കാനുള്ള അതിൻ്റെ ചുമതല കൈമാറിയിട്ടുള്ളതെന്ന് കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിന് ബില്ലായി നിയമമായി വരേണ്ടതുണ്ട്. അതിനൊക്കെ കുറേ കാലമെടുക്കും. പക്ഷേ ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനം വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ മുസ്ലിം ന്യൂനപക്ഷത്തെ ഒന്നുകൂടി ഇടതുപക്ഷത്തേക്ക് അടുപ്പിച്ച് നിർത്താനുള്ള മുഖ്യമന്ത്രിയുടെ ഒരു നീക്കമായി തന്നെ കാണണം. അഭിലാഷ്, യെസ്, അതാണ് കേരളം സ്വന്തമായി ID കാർഡ് എല്ലാ പൗരന്മാർക്കും നൽകും എന്ന് പറയുമ്പോൾ അതിൽ ചില രാഷ്ട്രീയം കൂടി ഉണ്ട് എന്നത് വ്യക്തമാണ്.